നിരോധന കാലത്ത് കസ്റ്റംസ് പിടികൂടിയ സവാള കണ്ടെയ്നറുകൾ വല്ലാർപാടം ടെർമിനലിൽ കെട്ടിക്കിടക്കുന്നു. 3 വലിയ കണ്ടെയ്നറുകളിലായാണ് സവാളയുള്ളത്. നിയമ നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ മുൻപ് പിടികൂടിയ അരി കണ്ടെയ്നറുകളും ടെർമിനലിലുണ്ട്. തിരുപ്പൂർ തുണികളുടെ വില കുറച്ച് കാണിച്ചുള്ള നികുതി വെട്ടിപ്പും കണ്ടെത്തി. കയറ്റുമതി നിരോധനമുള്ള ഉൽപ്പന്നങ്ങളും വസ്തുക്കളും ധാന്യങ്ങളുമെല്ലാം വ്യാജ ബില്ലുകളിൽ കയറ്റുമതി ചെയ്ത് കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നത്. ഓരോ കാലത്തും പുതിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി നിരോധിത ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയും ഒഴിവാക്കിയുമുള്ള വിജ്ഞാപനങ്ങൾ ഇറങ്ങാറുണ്ട്. സവാളയുടെ ദൗർലഭ്യം കണക്കിലെടുത്ത് 2023 ഡിസംബർ 8-നായിരുന്നു കേന്ദ്ര സർക്കാർ സവാള കയറ്റുമതി നിരോധിച്ചത്. കഴിഞ്ഞ മെയിൽ സവാളയുടെ കയറ്റുമതി നിരോധനം നീക്കുകയും വില ടണ്ണിന് 45,860 രൂപയാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിനു മുമ്പ് നിരോധന സമയം കസ്റ്റംസിനെ വെട്ടിച്ച് വിദേശത്തേക്ക് എത്തിച്ച സവാളയാണ് 3 40 ഫീറ്റ് കണ്ടെയ്നറുകളിലായി വല്ലാർപാടം ടെർമിനലിലുള്ളത്. അരികടത്ത് പലതവണയായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകളും ഇവിടെയുണ്ട്. കസ്റ്റംസ് അഡ്ജുഡിക്കേഷൻ അതോറിറ്റി പിഴത്തുക നിശ്ചയിച്ച് ഈ തുക ഈടാക്കിയാണ് കണ്ടെയ്നറുകൾ വിട്ടു നൽകുന്നത്. തുടർ നടപടികൾ വൈകുന്നതും കടത്തിന് ശ്രമിച്ച വ്യാപാരികൾ പിന്നീട് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതുമായ ഉൽപ്പന്നങ്ങളാണ് കണ്ടെയ്നറുകളിൽ തന്നെയുള്ളത്. സീ കസ്റ്റംസ് കഴിഞ്ഞ ദിവസം വല്ലാർപാടത്ത് നിന്നും വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 4.5 കോടി രൂപയുടെ അരി പിടിച്ചെടുത്തിരുന്നു. കസ്റ്റംസ് ഇന്റലിജൻസിനാണ് അന്വേഷണ ചുമതല. ഉപ്പുചാക്കുകൾ എന്ന വ്യാജേനയായിരുന്നു കടത്ത്. ഭാരതത്തിൽ നിന്ന് കയറ്റുമതി നിരോധനമുള്ള പഞ്ചസാര വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴി കടത്താൻ ശ്രമിക്കുമ്പോൾ കസ്റ്റംസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം പിടികൂടിയിരുന്നു. പൊതിച്ച തേങ്ങ കയറ്റി അയക്കാനുള്ള ബില്ലായിരുന്നു ക്ലിയറൻസിനായി സമർപ്പിച്ചിരുന്നത്. ജനം, കൊച്ചി.